വെൽക്കം ബാക്ക് ടു തതമസി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു സിംഗിൾ കാർഡ് റീഡിംഗ് ആണ്. മെസ്സേജ് ഫ്രം യുവർ ഹയർ സെൽഫ്. നിങ്ങളുടെ ഹയർ സെൽഫ് ഇപ്പോൾ നിങ്ങൾ അറിയണമെന്ന് വിചാരിക്കുന്ന ഒരു പർട്ടിക്കുലർ മെസ്സേജാണ് നമ്മളിന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ ഇപ്പോൾ നിങ്ങളിത് കേൾക്കേണ്ടതിൻ്റെ അനിവാര്യത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഹയർ സെൽഫാണ് ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു മെസ്സേജ് അറിയാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. കാർഡ് നമ്പർ 1, 2 and 3 ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് തോന്നുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജെൻറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. ഏത് സമയത്താണ് ജീവിതത്തിൽ നിങ്ങളിത് കാണുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റഡ് ആവുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ മെസ്സേജ് എന്താണ്, നിങ്ങളുടെ ഹയർ സെൽഫ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗണേശ. ഓക്കെ, ഇത് ഒരു ന്യൂ ബിഗിനിങ് ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു സമയം. നിങ്ങളുടെ തടസ്സങ്ങൾ മാറി എന്നുള്ള ഒരു മെസ്സേജാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച് കുറേ കാലമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ തടസ്സം നിങ്ങൾക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്കിനി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. എന്നാൽ അതിനെ കുറച്ചുകൂടെ തടസ്സരഹിതമായിട്ട് അല്ലെങ്കിൽ ഡിലേസ് ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു വേവറിങ് മൈൻഡ് ഉണ്ടെങ്കിൽ ആ ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്നതിനെ പൂർണ്ണമായും ഒഴിവാക്കി ഗോൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഈ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയം ഗുഡ് ലക്ക് ആൻഡ് സക്സസ് ആണ്, ആൻഡ് ന്യൂ ബിഗിനിങ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവെയർനെസ്സിലേക്ക് കണക്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ റൂട്ട് ചക്ര എനർജിയും കൂടെയാണ്. മൂലാധാര ചക്രയുടെ എനർജി, മൂലാധാരിയാണ് വിഘ്നേശ്വരൻ. അപ്പോൾ ആ ഒരു മൂലാധാരത്തിൻ്റെ എനർജി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആവുന്ന സമയം അതിനെ അങ്ങോട്ട് സന്തോഷമായിട്ട് എംബ്രേസ് ചെയ്യുക. കാരണം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ പല വ്യക്തികളും ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിൽ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള വ്യക്തികളായിരിക്കണം. കാര്യം നിങ്ങളുടെ പ്രാണിക് എനർജി വളരെ ലോ ആയിട്ട് താഴേക്ക് പോയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരു ഡിപ്രഷനെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ മനോബലം കൊണ്ടോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് കൊണ്ടോ ആഗ്രഹം കൊണ്ടോ ഒക്കെ നിങ്ങളിപ്പോൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനിയൊരു ന്യൂ ബിഗിനിങ് ആണ് വരാൻ പോകുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ പാഷനിലേക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിലേക്ക്, നിങ്ങളുടെ റിസൾട്ട് ഫ്രൂട്ട് ഓഫ് യുവർ ആക്ഷനിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നൊരു സമയമാണ്. ആ ഒരു അവെയർനെസ്സിൽ തന്നെ ഫ്രഷ് എനർജിയിൽ തന്നെ ഇരിക്കുക. അതെല്ലാം റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റീവ് മൈൻഡോട് കൂടിയിട്ട് തന്നെ ഇരിക്കുക. കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത നിങ്ങളുടെ ഹയർ സെൽഫിൽ നിന്നുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വി ഗോട്ട് പാർവതി. ഓക്കെ, ഇത് ഡീപ്പ് ഫെമിനൈൻ എനർജിയെ ഇവിടെ സൂചിപ്പിക്കുന്നു. അവേക്കൻഡ് ഫെമിനൈൻ എനർജിയെ സൂചിപ്പിക്കുന്നു. അത് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ജെൻഡർ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഫെമിനിറ്റി, ആ ഫെമിനൈൻ എനർജിയുടെ ഒരു അവേക്കനിങ് ആണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു സമയം. ഗോഡസ് ഓഫ് ഡിവോഷൻ ആൻഡ് ലവ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, നിങ്ങളുടെ മനോബലം, അതായത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫിലേക്കുള്ളൊരു റുട്ടീൻ. അൺഅറ്റൈനബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ശിവൻ. ആ ശിവനെ ആഗ്രഹിച്ചിട്ട് ആ ശിവനെ വിവാഹം ചെയ്യണം എന്നുള്ള ആഗ്രഹത്താൽ ഇരിക്കുന്ന സമയത്ത് എന്നാൽ ഒട്ടും ഫെമിനൈൻ എനർജി ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. വളരെയധികം മെസ്കുലിനിറ്റിയിൽ വിരഹം അനുഭവിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു ശിവൻ. അപ്പം ആ ഒരു സമയത്ത് പാർവതി ദേവി പോയി ശിവൻ്റെ അടുത്ത് യാചിക്കാനല്ല, ബെഗിയാനല്ല പോയത്. എൻ്റെ സ്നേഹം ആക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാനല്ല അവിടെ പോയത്. തന്നെ സ്വയം ഒരു ഹയർ സെൽഫിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് പോയത്.
അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന വ്യക്തികളിൽ പല വ്യക്തികൾക്കും നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കാം, നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്കിലായിരിക്കാം, സെപ്പറേഷനിലായിരിക്കാം, നിങ്ങളുടെ ഒരു ഹയർ സെൽഫിലേക്കുള്ള യാത്രയിലായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഫോക്കസ് കൊടുക്കല്ല വേണ്ടത്, നിങ്ങളുടെ സെൽഫ് പ്രാക്ടീസിൽ, നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിൽ, നിങ്ങളുടെ ഷാഡോ വർക്ക്സ് ചെയ്യുന്നതിലാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ഫോക്കസ് കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നു, നിങ്ങളുടെ അവേക്കനിങ് ഉണ്ടാവുന്നു, അത് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് കണക്ട് ചെയ്യുകയും നിങ്ങളുടെ മാസ്കുലൈൻ എനർജി നിങ്ങളെ തേടി വരികയും ചെയ്യും എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി ആവണമെന്നില്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ ട്രൂ മാസ്കുലൈൻ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ മിഥ്യാധാരണകളും ഇല്യൂഷൻസും എല്ലാം നിങ്ങൾ ഈ ഒരു ഹയർ സെൽഫിലേക്ക് കണക്ട് ചെയ്യുന്നത് വഴി മാറുമെന്നുള്ളതാണ്. സോ യുവർ ഫോക്കസ് ഷുഡ് ബി ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ ഷാഡോ വർക്കിലായിരിക്കണം, നിങ്ങളുടെ ഫെമിനൈൻ എനർജിയെ അവേക്കൺ ചെയ്യുന്നതിലായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ. അതിന് നിങ്ങൾക്ക് മെഡിറ്റേഷൻ, യോഗ ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സെൽഫ് ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്ന ഒരു മേജർ സെനാരിയോ. അത് മനസ്സിൽ വയ്ക്കുക. ട്രൂ ലവ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് സ്പിരിച്വൽ അവേക്കനിങ് ഒരു വ്യക്തിക്ക് സംഭവിക്കുകയുള്ളൂ. അതിന് വഴികൾ പലതുണ്ട്. ഭക്തിയിലൂടെ നിങ്ങൾക്ക് അതിലെത്താം, തപസ്സിലൂടെ എത്താം, മെഡിറ്റേഷനിലൂടെ എത്താം. ട്രൂ ലവ്, ട്രൂ സ്പിരിച്വൽ യൂണിയനിലൂടെ നിങ്ങൾക്ക് അതിലെത്താം. അങ്ങനെ വഴികൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഷാഡോ വർക്ക്സ്, നിങ്ങളുടെ ഡീപ്പായിട്ടുള്ള കാർമിക് പാറ്റേൺസ് എല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഹയർ സെൽഫ് ഇപ്പോൾ നിങ്ങളോട് പറയുന്ന മെസ്സേജ് എന്താണ് നമുക്ക് റിവീൽ ചെയ്യാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3, യുവർ മെസ്സേജ് വിശുദ്ധ ചക്ര. ഓക്കെ, നിങ്ങളുടെ ത്രോട്ട് ചക്ര, യുവർ കമ്മ്യൂണിക്കേഷൻ, സ്പീക്ക് യുവർ ട്രൂത്ത്. നിങ്ങൾ ഈ ഒരു ലോകത്തിലിപ്പോൾ എത്തിയിട്ടുള്ളത് എക്സ്പ്രസ് ചെയ്യാനാണ്. ടു എക്സ്പ്രസ് യുവർ സെൽഫ്, ടു എക്സ്പ്രസ് യുവർ ഇൻഡിവിജ്വാലിറ്റി, യൂസ് യുവർ യുണീക്ക് എബിലിറ്റി ടു ഷൈൻ ഇൻ യുവർ ലൈഫ്. അതാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അതിൽ മേജറായിട്ടുള്ളത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ബേസിക് സർവൈവൽ സ്കില്ലായിട്ട് തന്നെ നമുക്ക് പറയാം അല്ലേ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മനസ്സിൽ എന്താണ് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിലും വലിയൊരു ബ്ലെസ്സിങ് ആണ്. പലവരും ബീറ്റ് അറൗണ്ട് ദ ബുഷാണ്. അതായത് അവർക്ക് എന്താണ് അത് പറഞ്ഞൊപ്പിക്കേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ എന്തൊക്കെയോ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ബാലൻസ് യുവർ ത്രോട്ട് ചക്ര. കാരണം ഇതൊരു കലയാണ്, ഇതൊരു ആർട്ടാണ്. ഫോം ഓഫ് എക്സ്പ്രസിങ് യുവർ സെൽഫ് ഇൻ ദ റൈറ്റ് വേ ഇസ് എൻ ആർട്ട്. ഇത് നിങ്ങൾക്ക് ഏത് വഴിയിലും എക്സ്പ്രസ് ചെയ്യാം. അത് സംസാരം എന്ന് മാത്രമല്ല, അത് പെയിൻറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് വർക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെയോ. ബട്ട് സ്പെഷ്യലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ, ഡു ദാറ്റ്. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ, ഡു ദാറ്റ്. ഒരു ബുക്ക് എഴുതാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ, ഡു ദാറ്റ്. ഇഫ് യു വോണ്ട് ടു റീഡ് എ ബുക്ക്, ഡു ദാറ്റ്. യു വോണ്ട് ടു ബി പബ്ലിക് സ്പീക്കർ, ഇഫ് യു വോണ്ട് ടു കണക്ട് വിത്ത് പീപ്പിൾ, ഡു ദാറ്റ്. അതിനെല്ലാം പറ്റിയൊരു റൈറ്റ് ടൈമാണ് ഇപ്പോൾ. സംസാരിക്കുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ടു മേക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ വെരി പ്രോപ്പർ. 2 ചെവിയും 1 വായയുമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതിനർത്ഥം എന്താണ്? ഇരട്ടി കേൾക്കുക, പകുതി സംസാരിക്കുക. അതായത് മറ്റുള്ളവരെ, ചുറ്റുമുള്ളവരെ, സ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളെ ഒക്കെ കേൾക്കുക, അവരെ മനസ്സിലാക്കുക, അവരെ അറിയുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഈസി ആക്കി തരും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. നിങ്ങൾക്ക് നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷനും മറ്റുള്ളവരോടുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം അത് വളരെയധികം ഈസി ആക്കി തരും. സോ ടു ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, ലിസൺ ഫസ്റ്റ്. അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേവലം വാക്കുകൾ മാത്രമല്ല. ഈ വാക്കുകൾക്ക് പിന്നിലുള്ള എക്സ്പ്രഷൻ മാറ്റേഴ്സ്. ചില സമയം കണ്ണുകൊണ്ട് പോലും സംസാരിക്കാനായിട്ട് സാധിക്കും.
അങ്ങനെ സാധിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് കണ്ണുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എക്സ്പ്രഷൻസ് വേറൊരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കഴിഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള വേറൊരാളും ഉണ്ടാവില്ല. സംസാരത്തിലൂടെ അല്ലാതെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കണക്ട് വിത്ത് ദം മോർ റൈറ്റ് നൗ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് ഫ്രം യുവർ ഹയർ സെൽഫ്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഗൈഡൻസ് അവൈലബിൾ ആയിരിക്കും. വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, സ്പിരിച്വൽ ഹീലിംഗ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഇതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കണക്ട് ചെയ്യുക. റിലേഷൻഷിപ്പ് ഹീലിംഗ്, റിലേഷൻഷിപ്പ് കൺസൾട്ടിങ് ഇതൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ളൊരു റീഡിങ്, നിങ്ങൾക്കുള്ളൊരു മെസ്സേജ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റെസണേറ്റ് ആയിട്ടുള്ളവർ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.